നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കഴിഞ്ഞു, മറ്റ് സംസ്ഥാനങ്ങളിലെ കഴിയാനുണ്ട്, തമിഴ്നാട്ടിലെ കഴിഞ്ഞു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വരുന്ന പ്രസംഗങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഇരിക്കട്ടെ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കോട്ടെ. ഇതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് ഇന്ത്യയും മുന്നണിയും അവരുടെ കൂട്ടരും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടാണ് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നൊരു സൂചന വെച്ച് അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കുക. അപ്പോൾ ആളുകൾക്കും ഒരു സംശയം തോന്നും, എടാ ഇതിനകത്ത് എന്തൊക്കെയോ കൃത്രിമമാണോ? ഇങ്ങനൊരു സംശയം ഉണ്ടാക്കുക. യന്ത്രമല്ലേ, സംശയം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ല. പക്ഷേ ഇതിൻ്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യം പ്രയോഗിക്കുന്നത് കേരളത്തിലാണ്. 1982 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വടക്കൻ പറവൂരിൽ, ഒരേ ഒരു സ്ഥലത്ത് വടക്കൻ പറവൂരിൽ AC ജോസ്, കോൺഗ്രസിൻ്റെ AC ജോസും CPIയുടെ ശിവൻപിള്ളയും ഏറ്റുമുട്ടി. ആ തെരഞ്ഞെടുപ്പിലാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഭാരതത്തിൽ പരീക്ഷിക്കുന്നത്. പരീക്ഷണം സക്സസ് ആയിരുന്നു. പക്ഷേ AC ജോസ് കേസിന് പോയി. ഒടുവിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി 1984. ഈ സമയത്തൊക്കെ കോൺഗ്രസ്സാണ് അധികാരത്തിൽ കിട്ടുക. അന്ന് വെറും EVM ആണ്. ഇപ്പോൾ പറയുന്ന ഈ VVPAT എന്ന പെട്ടിയില്ല. ബാലറ്റ് നമ്മളെ കാണിച്ചിട്ട് ഒരു ചില്ലിലൂടെ കണ്ട് അത് താഴേക്ക് വീഴുന്ന സമ്പ്രദായമില്ല. EVM മാത്രം. ഞാൻ ആദ്യം EVM വഴി വോട്ട് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 1999 84 ഇത് സുപ്രീം കോടതി റദ്ദാക്കാൻ കാരണം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം, അതിൽ ബാലറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. മറ്റെന്തെങ്കിലും ഉപയോഗിക്കാമെന്നോ പാടില്ലെന്നോ ഒന്നും നിയമത്തിലില്ല. അപ്പോൾ നിയമത്തിലില്ലാത്ത ഒരു സാധനം വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി. ഇതാണ് ജോസിൻ്റെ വാദം. ആ വാദം കോടതി അംഗീകരിച്ചു. പിന്നീട് സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടെ ചേർത്തു. അപ്പോൾ പിന്നെ കംപ്ലൈൻ്റ് ഇല്ല, അത് തുടർന്നുകൊണ്ടിരുന്നു. 99 ഞാൻ വോട്ട് ചെയ്യുമ്പോഴും VVPAT ഇല്ല, ഈ യന്ത്രം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥാനാർത്ഥിയുടെ ബട്ടണിൽ നമ്മൾ ഞെക്കും, പി എന്നൊരൊച്ച കേൾക്കും, കഴിഞ്ഞു നമ്മുടെ വോട്ട്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. 2004, 2009 രണ്ട് തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായിട്ട് ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ലെങ്കിലും UPA അധികാരത്തിൽ വന്നു. UPA 2009 അധികാരത്തിൽ വന്നപ്പോഴാണ് EVMനെ പറ്റി ആദ്യമായിട്ട് ഒരു സംശയം ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിക്കുന്നത്. അതിനുശേഷം മറ്റ് പലരും ആ സംശയം ഉന്നയിച്ചു. എല്ലാവരുമൊക്കെ കള്ളത്തരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും സ്വാമി മാത്രമാണ് ഒരു ലീഗൽ പോയിൻ്റ് എടുത്തത്. ഇതിനകത്ത് ലീഗൽ പോയിൻ്റ് വേണം, അല്ല വെറുതെ നമുക്ക് സംശയമാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റുമോ? എനിക്കിതിനെ വിശ്വാസമില്ല താൻ ഇറങ്ങിപ്പോടോ എന്ന് പറയും കോടതി. അപ്പോൾ വിശ്വാസം, സംശയം, ഇതൊന്നും കൊണ്ട് കോടതിയിൽ പോയാൽ പോരാ, കൃത്യമായ ഒരു കാരണം പറയണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫറൻസ് ചെന്നൈയിൽ വിളിച്ചു കൂട്ടിയിരുന്നു. അന്ന് മുൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ഗോപാലസ്വാമി, ഇതുപോലെ വലിയ വിദഗ്ധന്മാർ, ഹോളണ്ടിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ വിദഗ്ധൻ, അമേരിക്കയിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ പ്രൊഫസർ, ഇവരൊക്കെ പങ്കെടുത്തിരുന്നു അതിൽ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് സംസാരിക്കാം. ഇത് കേൾക്കാനായിട്ട് സെക്കൻഡ് റോ, മിണ്ടാതിരിക്കണം, കേൾക്കാം നിങ്ങൾക്ക്. ആ സെക്കൻഡ് റോയിൽ ഒരാൾ ഞാനും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം അവിടെ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ അന്ന് ഒരു ഡിസിഷൻ ഇവരെടുത്തു. ഈ EVMന് വിശ്വാസ്യത പോരാ എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ ആ കേസ് ജയിക്കില്ല. EVM മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് ആർഗ്യൂ ചെയ്താൽ അതൊരു തെരഞ്ഞെടുപ്പ് കേസായിട്ട് മാറും. കോടതി പറയും, എവിടെയാണ് EVM, ആരാണ് മാനിപ്പുലേറ്റ് ചെയ്തത്, ഏത് കോൺസ്റ്റിറ്റ്യുവൻസി, അവിടുത്തെ സ്ഥാനാർത്ഥി വരട്ടെ. കോടതിയിൽ അങ്ങനെയാണല്ലോ, അഗ്രീവ്ഡ് പാർട്ടി വേണമല്ലോ ചെല്ലാൻ. അപ്പോൾ അഗ്രീവ്ഡ് പാർട്ടി അല്ലാതെ പബ്ലിക്കിന് കയറിക്കൂടാൻ പറ്റാത്ത ഒരു കേസാണ് തെരഞ്ഞെടുപ്പ് കേസ്. തെരഞ്ഞെടുപ്പ് കേസിൽ ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ കോടതി അനുവദിക്കുകയില്ല.
ബെയിൽ ആപ്ലിക്കേഷൻ, ഒരാൾ ജാമ്യം എടുക്കാൻ പോകുന്നു, അതിൽ വേറൊരാൾക്ക് കടന്നു കയറാൻ അവകാശമില്ല. അതിനകത്തെ പ്രതിക്ക് വേണമെങ്കിൽ, പ്രതിക്ക് ജാമ്യം ചോദിക്കും, വാദി ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ അതിന് തടസ്സവാദങ്ങൾ ഉന്നയിക്കാം. അല്ലാതെ സ്ട്രെയിഞ്ചർ, വഴിപോക്കൻ, അയാൾക്ക് കയറി അതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല. ഇതൊക്കെയാണ് കോടതിയുടെ ചട്ടങ്ങൾ. അപ്പം ചട്ടപ്രകാരം ഇലക്ഷൻ കമ്മീഷനിൽ ഇങ്ങനെ ഇലക്ഷനിൽ തിരിമറി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ പെറ്റീഷനാകുകയും ഇലക്ഷൻ പെറ്റീഷൻ അതാത് സ്ഥാനാർത്ഥി കൊടുക്കേണ്ടി വരികയും അയാൾ ഇത് തെളിയിക്കേണ്ടി വരികയും ചെയ്യും. അതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പറബിൾ, തിരിമറി നടത്താവുന്നത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക, അത് മാത്രമേ മാർഗമുള്ളൂ. തിരിമറി നടത്തി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കേസായിട്ട് മാറും. തിരിമറി നടത്താവുന്നത് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ഫയൽ ചെയ്യാം. ഇങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഇതിന് പരിഹാരം എന്താ? പ്രധാനമായിട്ട് ഉന്നയിച്ച ചോദ്യം ഇതിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. നമ്മളൊരു ബട്ടൺ ഞെക്കുന്നു, പി എന്നൊരു ഒച്ച കേൾക്കുന്നു, എൻ്റെ വോട്ട് എവിടെ പോയി? ഞാനിപ്പോൾ CPM വോട്ട് ചെയ്യുന്ന ആളാണെന്ന് വയ്ക്കുക, ഞാൻ പി എന്നൊരു ഒച്ച കേട്ടു, പക്ഷേ എൻ്റെ വോട്ട് CPM പോയി എന്ന് എനിക്കെങ്ങനെ അറിയാം? പഴയ ബാലറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ബാലറ്റ് പേപ്പർ എനിക്ക് തരുന്നു, ഞാൻ അതിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം നോക്കിയിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നു, മടക്കി കൊണ്ടുപോയി പെട്ടിയിലിടുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തു. ഇതിലങ്ങനെ ഇല്ല, പി എന്നൊരു ഒച്ച മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ പോയി എൻ്റെ വോട്ട്? അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? ആ പ്രശ്നമാണ് കോടതിയിൽ സ്വാമി ഉന്നയിക്കാൻ തീരുമാനിച്ചത് പ്രധാന വാദമായിട്ട്. ബാക്കി അസോസിയേറ്റഡ് വാദങ്ങൾ മറ്റ് പലതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഇരിക്കട്ടെ. ഇതിന് പരിഹാരം എന്താ? പരിഹാരമായിട്ടാണ് VVPAT നിർദ്ദേശിക്കപ്പെട്ടത്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. അതായത് വോട്ടർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഓഡിറ്റ് ചെയ്ത് പുറത്തു വരുന്ന ഒരു പേപ്പർ, ആ പേപ്പർ വെച്ച് ഇത് ട്രെയിൽ ചെയ്യാം. ട്രെയിൽ ചെയ്യുക വെച്ചാൽ പിന്തുടരാം. നമുക്ക് ഈ വോട്ട് എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മുടെ VVPATൻ്റെ പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും ഇലക്ട്രോണിക്കലി ട്രേസബിളാണ്. അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട്, അതിൽ ഇങ്ങനൊരു പ്രൊവിഷൻ പറയുന്നുണ്ട്. നിങ്ങൾ IT വഴി ഏതെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി വഴി, വാട്സാപ്പ് വഴി, UPI, ഗൂഗിൾ പേ, നമ്മളുടെ ATM, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിനൊരു രസീത് വേണം. അപ്പോൾ മൊബൈലിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ മൊബൈലിൽ ഒരു രസീത് വരും. യെസ്, നിങ്ങളുടെ പൈസ മറ്റേ ആൾക്ക് പോയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ATMൽ നമ്മൾ മെഷീനിൽ നമ്മൾ കാർഡ് ഇടുമ്പോൾ പല ATMൽ നിങ്ങൾ കണ്ടു കാണും. ATM ചോദിക്കും, ഡു യു നീഡ് എ റെസീപ്റ്റ്? നമ്മൾ യെസ് എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ് കനോട്ട് ബി ഇഷ്യൂഡ് എന്ന് പറയും മെഷീൻ മിക്കവാറും. കാരണം അവരുടെ കയ്യിൽ പേപ്പറില്ല. ഇതിൻ്റെ പേപ്പർ റോള് വയ്ക്കണമല്ലോ. ഈ റോള് എത്രയെന്ന് പറഞ്ഞാൽ വയ്ക്കുക. ബാങ്കുകൾക്ക് ആ റോള് വയ്ക്കാൻ അതിന് പൈസ മുടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ATMൽ കൊണ്ടുപോയി കാർഡിടും. ഡു യു നീഡ് എ റെസീറ്റ് എന്ന് ചോദിച്ചാൽ നോ എന്നടിക്കും, എനിക്ക് രസീത് വേണ്ട. അപ്പോൾ ബാങ്കിന് സന്തോഷമായി, രസീത് വേണ്ടെന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുത്തു, രസീത് റെക്കോർഡ് ഇല്ല. റെക്കോർഡ് ബാങ്കിലുണ്ടാവും, നമുക്ക് ഇമെയിൽ വരും, അല്ലെങ്കിൽ SMS വരും, പക്ഷേ പേപ്പർ റെക്കോർഡ് കിട്ടില്ല. അപ്പോൾ ഇത് കിട്ടണമെന്നാണ് IT ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ആക്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ രസീത് വേണോ എന്ന് ചോദിച്ച് വേണ്ട എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പോയിൻ്റ് ഉന്നയിച്ചു. ഞാൻ ഒരു ഇലക്ട്രോണിക് ഓപ്പറേഷനാണ് നടത്തുന്നത്, അതിന് എനിക്കൊരു റെസീറ്റ് ആവശ്യമാണ് പൗരന്. ആ റെസീറ്റ് വോട്ട് ചെയ്തതിന് തെളിവായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ കമ്മിറ്റിയിൽ എല്ലാവരും കൂടെ പറഞ്ഞു, അത് നല്ല കാര്യം. അപ്പോൾ ഒരു വോട്ട് ചെയ്യുന്നു, ഒരു സ്ലിപ്പ്, ആ ചിഹ്നം ഇറങ്ങി വരുന്നു. ഈ സ്ലിപ്പ് എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ഇയാൾ പോകുന്നു. ഇയാൾക്ക് ഉറപ്പാണ് ഈ സ്ലിപ്പ് തെളിവാണ് ഞാൻ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ഞാൻ എണീറ്റ് മിണ്ടി. ഞാൻ പറഞ്ഞു, ഈ സിസ്റ്റം ശരിയാവില്ല. കേരളത്തിൽ ഒരാൾ BJPക്ക് വോട്ട് ചെയ്തിട്ട് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കണ്ണൂരോ മട്ടന്നൂരോ ധർമ്മടത്തോ ഒക്കെ ഒരാൾ പുറത്തിറങ്ങി നോക്കുക, അയാളോട് എടാ ആ സ്ലിപ്പിങ് കാണിച്ചേ എന്ന് പറയുന്നു. സ്ലിപ്പ് കാണിക്കുന്നു. നീ BJPക്കാണ് വോട്ട് ചെയ്തതല്ലേ, നിൽക്കടാ അവിടെ. ഇവനെ ആക്രമിക്കും, ഉറപ്പല്ലേ?
ആക്രമിക്കും. ഞാൻ പറഞ്ഞു സ്ലിപ്പ് കൊടുത്തു വിടാൻ പറ്റില്ല, സ്ലിപ്പ് കൊടുത്താൽ അവൻ്റെ പ്രാണൻ എടുക്കും. ഇതാണ് കേരളത്തിലെ സ്ഥിതി. അപ്പോൾ രണ്ടുപേരും എന്നെ ശാസിച്ചു. നിങ്ങൾ മിണ്ടാതിരിക്കാനായിട്ട് വന്ന ആളാണ്, നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നു? കേൾക്കാൻ വന്ന ആൾ മിണ്ടരുത് ഇതിൽ, അത് ശരിയല്ല. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. എന്ത് ചെയ്യാൻ, അവർ പറയുന്നത് ശരിയാണല്ലോ, ഞാൻ മിണ്ടാൻ പാടില്ലാത്ത ആളാണ്. പക്ഷേ ഈ കമ്മിറ്റിയിൽ നമ്മളുടെ മോനു നാലപ്പാടുണ്ടായിരുന്നു. മിണ്ടാവുന്നവരുടെ ഡിസ്കഷനിൽ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ മാധവിക്കുട്ടിയുടെ മകൻ മാതൃഭൂമിയുടെ എഡിറ്ററൊക്കെ ആയിരുന്നു മോനു നാലപ്പാടുണ്ടായിരുന്നു. മോനു നാലപ്പാട് മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി അങ്ങേര് ഔട്ട് ഓഫ് ടേൺ സംസാരിച്ചു, അതവിടെ നിൽക്കട്ടെ, ഔട്ട് ഓഫ് ടേൺ അത് സഹിക്കാൻ വയ്യാതായപ്പോൾ സംസാരിച്ചതാണ്, പോട്ടെ, നമ്മൾ ആ പ്രോട്ടോക്കോളിൽ എന്തിനും നോക്കണ്ട. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കേരളത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങേര് പറഞ്ഞ നേരാണ്. ഈ സ്ലിപ്പും കൊടുത്ത് പുറത്ത് ആളെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു, ശരിയാണ്, അത് ഡേഞ്ചറാണ്. കേരളം മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇത് സംഭവിച്ചു എന്ന് വരാം. ഇങ്ങനെ ആളെ കൊല്ലാൻ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും പലരും തൃണമൂൽ കോൺഗ്രസ്സൊക്കെ ഈ ടൈപ്പ് ആൾക്കാരാണല്ലോ, ഇവരൊക്കെ ഇത് ചെയ്തു എന്ന് വരും. അപ്പോൾ അതിനെന്താ മാർഗം? അത് ഒരു പെട്ടിയിലേക്ക് ഇടുക. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഇയാൾ വലിച്ചെടുത്താലോ? വലിച്ചെടുക്കാതിരിക്കാനായിട്ട് ഇതൊരു കണ്ണാടിക്കൂട്ടിലൂടെ അയാളെ കാണിക്കുക, എന്നിട്ട് പെട്ടിയിലിടുക. ഇതാണ് ഇപ്പോഴത്തെ VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. ട്രയലല്ല, ട്രെയിൽ. പിന്തുടർന്ന് പാത കണ്ടുപിടിക്കാവുന്ന ഏർപ്പാടിനാണ് ട്രെയിൽ എന്ന് പറയുന്നത്. പിന്നാലെ പോകുക. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഈ വോട്ടെണ്ണലൊക്കെ നടക്കുമ്പോൾ സമ്മൺ ഈസ് ട്രെയിലിംഗ് ബിഹൈൻഡ് എന്ന് പറയും. ആ പുറകെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പുറകെ പോകാവുന്ന സംവിധാനം, അതിനാണ് ട്രെയിൽ എന്ന് പറയുന്നത്, VVPAT. അതാണ് ഇപ്പോഴത്തെ VVPAT. അതിൽ പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ പഴയ സേഫ്റ്റി മെഷേഴ്സ് പിന്നെയും കൊണ്ടുവന്നു കേട്ടോ. ബട്ട് ബേസിക് സിസ്റ്റം ഇങ്ങനെ തന്നെ ഇരുന്നു. ഇപ്പോൾ ഈ സിസ്റ്റം ശരിയല്ലെന്നും ഇതിൽ തന്നെ കള്ളത്തരം കാണിക്കാമെന്നുമാണ് വാദം. ഇതിപ്പോഴല്ല, തുടങ്ങിയിട്ട് കാലം കുറേയായി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? ഞങ്ങളിതാ ഈ വോട്ടിംഗ് മെഷീനും VVPATുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു, നിങ്ങൾ ഇത് മാറ്റിമറിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഇതിനകത്ത് എവിടെ കുത്തിയാലും BJPക്ക് വോട്ട് പോകുന്നൊക്കെ പറഞ്ഞുള്ള കഥകളില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കുത്തി BJPക്ക് കിട്ടത്തക്ക രീതിയിലൊന്ന് ആക്കിത്ത ഒരു മെഷീൻ തന്നെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരും പോയില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ. പോയത് ആം ആദ്മി പാർട്ടി മാത്രം, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആൾക്കാർ. ഇവർ പോയിട്ട് ഇവർ പറഞ്ഞു, ഈ മെഷീനും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്, വീട്ടിൽ പോയിരുന്നിട്ട് ഇത് ഞങ്ങൾ മാറ്റിമറിച്ച് തരാം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയാൽ ആർക്കാ എന്താ ചെയ്യാൻ മേലാത്ത? വീട്ടിൽ കൊണ്ടുപോയി തല്ലിപ്പെട്ട് പോയി ഇതേപോലെ വേറൊരു പെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ അറിയും? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്ത് കാണിക്കണം. അത് സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്താ? ആർക്കും ഇതിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, അത് നിങ്ങൾ തുറക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ ഡാറ്റ മുഴുവൻ നശിച്ചു പോകും. നിങ്ങൾക്ക് പിന്നെ റീപോളിംഗ് നടത്തുകയല്ലാതെ മാർഗമില്ല. എന്നാൽ പഴയ പോലെ ബൂത്ത് ക്യാപ്ചറിങ് നടത്താമെന്ന് വെച്ചോ, എല്ലാവരെയും അടിച്ചോടിച്ച് ബൂത്ത് നമ്മളെ സ്വന്തമാക്കിയിട്ട് ഇരുന്ന് ബട്ടൺ ഞെക്കിയാൽ മതിയല്ലോ, പി 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 പി. സാധ്യമല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരു മിനിറ്റിൽ മാക്സിമം 4 വോട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റിൽ 4 വോട്ട്. എത്ര മിനിറ്റ് വേണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അത്രയും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കിട്ടാൻ? വലിയ പ്രയാസമാണ്. ഇങ്ങനെ എത്ര ബൂത്ത് നിങ്ങൾ പിടിക്കേണ്ടി വരും? പ്രയാസമാണ്. അതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്ന മുൻകരുതൽ. ഇനി ഞാൻ പറയുന്നു, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് നിങ്ങൾ നോക്ക്. ഇപ്പോഴുണ്ടല്ലോ, പാറശാല എണ്ണിയപ്പോഴാണ് ശശി തരൂർ മുന്നോട്ട് വന്നത്. പക്ഷേ വട്ടിയൂർക്കാവ് എണ്ണിയപ്പോൾ കുമ്മനം രാജശേഖരൻ മുന്നോട്ട് വന്നു. ഇങ്ങനെയൊക്കെ വാർത്ത വരാറില്ലേ? ഉണ്ട്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, പാറശാലയിലെ EVM എല്ലാം കൂടെ ചേർത്തിട്ട് എണ്ണുന്നു, പിന്നെ വട്ടിയൂർക്കാവിലെ എണ്ണുന്നു, നെയ്യാറ്റിൻകരയിലെ എണ്ണുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു. നാളെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ എണ്ണാൻ പോവുക. നിങ്ങൾക്ക് പാറശാലയിൽ എത്ര വോട്ട് കിട്ടിയെന്നോ വട്ടിയൂർക്കാവിൽ എത്ര കിട്ടിയെന്നോ, അതുകൊണ്ട് പാറശാലയിൽ മാക്സിമം ഉള്ള സമുദായം ഇയാൾ വോട്ട് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഇത് ഇല്ലാതാക്കി കളയും. ജയിച്ച സ്ഥാനാർത്ഥിക്ക് ജയിച്ചു എന്നറിയാം എന്നുള്ളതല്ലാതെ ഏത് പ്രദേശത്താണ് എനിക്ക് കൂടുതൽ വോട്ട് കിട്ടിയത് എന്നറിയാൻ മാർഗമില്ലാതെയാകും.
ഇതും ഇലക്ഷൻ കമ്മീഷൻ മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങനെയായിരിക്കും. നിങ്ങൾക്കിത് അറിയാൻ പറ്റില്ല. കൊല്ലം നിയോജകമണ്ഡലത്തിൽ ഇന്ന ആൾ ജയിച്ചു എന്ന് പറയാം. പക്ഷേ ആ നിയോജകമണ്ഡലത്തിനുള്ളിലെ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ ആർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവരുണ്ടാക്കും ഈ EVM മിക്സപ്പ് ചെയ്യുന്നതിലൂടെ. ഇപ്പോൾ തന്നെ അവർ മിക്സപ്പ് ചെയ്താണ് വിടുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ നെയ്യാറ്റിൻകര എടുക്കുക. നെയ്യാറ്റിൻകരയിലെ ഒരു പ്രത്യേക പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക വാർഡ്, അതിലെ ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. നെയ്യാറ്റിൻകര അസംബ്ലി നിയോജകമണ്ഡലത്തിലെ മാക്സിമം ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്തു എന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നാളെ ഇതും തിരിച്ചറിയാൻ പറ്റില്ല. ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഈ EVM ശരിയല്ല, VVPAT ശരിയല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോകുന്നത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR, ഇവന്മാർ ഈ ഫോറിൻ പണം പറ്റുന്നൊരു ഏജൻസിയാണ്. ബട്ട് നിയമപരമായിട്ടാണ് അവർ പണം പറ്റുന്നത്. ഇതുവരെ കുഴപ്പമില്ലാതെ പോവുകയാണ്. പക്ഷേ തുരപ്പൻ പണിയാണ് ചെയ്യുന്നത്. ഭാരതത്തിലെ എലക്ഷൻ എങ്ങനെയും അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ സുപ്രീം കോടതിയിൽ പോകുന്നു. വാദിക്കുന്നത് പ്രശാന്ത് ഭൂഷൺ. അപ്പോൾ സുപ്രീം കോടതി ആദ്യം തന്നെ പറഞ്ഞു, ഇതെന്താണ് ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ഈ മെഷീൻ ശരിയല്ല എന്ന്, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഫൈനലി കേസ് അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ വിധിയും വന്നു. ആ വിധിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് 38 പിന്നെ ഒരു 18 പേജും, 38 8 46 10 56 പേജുള്ള വിധിയാണ്. 2 ജഡ്ജിമാർ, സഞ്ജീവ് ഖന്ന ആണ് പ്രധാന ജഡ്ജ്മെൻ്റ് എഴുതിയത്. അടുത്ത ജഡ്ജ്മെൻ്റ് എഴുതിയത് ദീപാങ്കർ ദത്ത. അപ്പോൾ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ എഴുതിയ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഡിലേ ഇൻ റീഫയലിംഗ് ഈസ് കണ്ടോൺഡ്. റീഫയൽ ചെയ്യാൻ എടുത്ത താമസം മാപ്പാക്കിയിരിക്കുന്നു. എന്താ ഇതിനർത്ഥം? ഇവർ 2023 റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് ഇച്ചിരി കുഴപ്പത്തിലായി. ഇതുപോലെ ഇലക്ഷൻ പെറ്റീഷൻ പോലെ ആയിട്ട് കുരുങ്ങാൻ പോയി. തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്നൊക്കെയുള്ള വാദം, ഇലക്ഷൻ കമ്മീഷൻ തന്നെ ശരിയല്ല, അവരുടെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്തുള്ള വാദം, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി എതിരായിട്ട് വിധിക്കുമെന്നുള്ള സമയമായപ്പോൾ ഇവർ ഈ പെറ്റീഷൻ പിൻവലിക്കണം, ഞങ്ങൾ റീഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിൻവലിക്കാൻ അനുവദിച്ചു. അതോടെ തീരട്ടെ എന്ന് വിചാരിച്ചു. റീഫയൽ ചെയ്യാൻ സമയം കൊടുത്തു. ആ സമയം ഇവർ അതിക്രമിച്ചു. ആ അതിക്രമിച്ചതും കോടതി മാപ്പാക്കി. ശരി, നിങ്ങളുടെ ഈ സംശയം തീർത്തിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞാണ് ഈ റിട്ട് പെറ്റീഷൻ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എഴുതുന്നു, അറ്റ് ദ ഔട്ട്സെറ്റ് we take on record that the counsel for the petitioners in unison have stated that the petitioners do not attribute any motive or malice to the Election Commission of India. Election Commission of Indiaയെ പറ്റി ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല എന്ന് പെറ്റീഷണർ പറഞ്ഞതായിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചു അവിടെ. ഇലക്ഷൻ കമ്മീഷനെ പറ്റി പരാതിയില്ല. or for that matter contend that electronic voting machines have been tutored or configured to favor or disfavor a candidate or political party. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയോ EVMൽ എന്തെങ്കിലും തിരിമറി നടന്നു എന്നൊരു വാദം പെറ്റീഷണർക്ക് ഇല്ല. അതും രേഖപ്പെടുത്തി. ഇതോടെ പ്രധാന പരാതി അങ്ങ് തീർന്നല്ലോ. ഈ 2 കാര്യവും ഇല്ല എന്ന് കോടതി ഉറപ്പുവരുത്തി. അതുണ്ടെങ്കിൽ വേറെയാണ് പ്രശ്നം. അത് ഇവർ തന്നെ ഇല്ലാതെയാക്കി. ഇല്ല, ഞങ്ങൾക്ക് യാതൊരു പരാതിയിൽ ഇല്ലില്ല, EVM മാനിപ്പുലേറ്റ് ചെയ്താണ് മോദി ജയിച്ചത്, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വാദമില്ല. പക്ഷേ EVMൽ ചില മാറ്റങ്ങൾ സാർ എന്നൊക്കെ പറയും. അവർ പിന്നെ ടെക്നിക്കലി എല്ലാം കൂടെ പരിശോധിച്ചു. അത് മുഴുവൻ ഈ ടെക്നിക്കൽ വാദങ്ങളാണ് കേട്ടോ. ഇത് വാദം പോലുമല്ല. കോടതി കാര്യം അറിയാനായിട്ട് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ എഞ്ചിനീയർമാരെ വിട്ടുകൊടുക്കുന്നു. ആ എഞ്ചിനീയർമാരാണ് കോടതിയെ ഇത് ബോധ്യപ്പെടുന്നത്. ഇതിങ്ങനെയാണ്, ഇത് ഇന്ന മാതിരിയാണ്, ഇതിന് ഇന്ന സേഫ്റ്റി ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി കോടതി ഇതെല്ലാം അംഗീകരിക്കുന്നു. അംഗീകരിച്ചിട്ട് 2 നിർദ്ദേശങ്ങൾ കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്,
വെള്ള സീല്, അതിൻ്റെ പുറത്തൊരു പച്ച സീലും കൂടെ വേണം. ഇങ്ങനെയൊക്കെ ചില്ലറ കാര്യങ്ങൾ ഇവരോട് പറയുന്നു. 45 ദിവസം ഈ EVM സൂക്ഷിക്കണം. അതല്ലെങ്കിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷിക്കാറുണ്ട്. കാരണം 45 ദിവസമാണ് തെരഞ്ഞെടുപ്പിൽ പരാതി കൊടുക്കാനുള്ള സമയം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാതി വന്നോ വന്നില്ലയോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം സൂക്ഷിക്കും, 45 ദിവസം സൂക്ഷിക്കും. എന്നിട്ട് 45 ദിവസം കഴിഞ്ഞ് ഹൈക്കോടതി രജിസ്ട്രാർക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും നോട്ടീസ് അയക്കും. ഏതെങ്കിലും കോടതിയിൽ ഈ ഇലക്ഷനെ ചൊല്ലി പരാതി നിലനിൽക്കുന്നുണ്ടോ? ഇവരുടെയൊക്കെ മറുപടി കിട്ടിക്കഴിഞ്ഞാണ് EVMലെ ഡാറ്റ മായ്ച്ച് കളയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 1.5 മാസം ഇതിന് തന്നെ പോകും. പിന്നെ ഇവരുടെ മറുപടിയെ കിട്ടി വരാനായിട്ട് അനദർ ഒരു 1.5 months. ചുരുക്കി പറഞ്ഞ് 3-4 മാസം ഈ ഡാറ്റ ഭദ്രമായിട്ട് EVMൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ടാവും. ഇതാണ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ആർക്ക് എന്ത് പരാതിയാണുള്ളത്? അപ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താ? ലെജിറ്റിമേറ്റായിട്ട്, നിയമപരമായിട്ട്, സത്യസന്ധമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്രിമമുണ്ട് എന്നൊരു സംശയം ഉണ്ടാക്കുക ജനങ്ങളിൽ. സംശയം വല്ലാത്തൊരു വിപത്താണ്. എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും സംശയം ഇങ്ങനെ ബാക്കി കിടക്കും. സംസ്കൃതത്തിൽ പറയാറുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ ഒരു കാക്ക കാഷ്ടിച്ചു എന്ന് വയ്ക്കുക. നിങ്ങൾ പാത്രം കൊണ്ടുപോയി കഴുകി, സോപ്പിട്ട് കഴുകി, അപ്പോഴും ഒരു ചെറിയ ആ ഭാഗത്ത് ചെറിയൊരു പ്രശ്നം ഇല്ലേ? വീണ്ടും ചോറ് കഴിക്കാൻ നേരത്ത് അയ്യോ അവിടെ കാക്ക കാഷ്ടിച്ചതാണല്ലോ, ഒരിക്കൽ കൂടെ കഴുകും, സോപ്പിട്ട് കഴുകും, മറ്റേ പുതിയ വിം അത് ഇതൊക്കെ ഇട്ട് കഴുകും. എന്നാലും പിന്നെയും മനസ്സിൽ ഇത് കിടക്കും, ഇവിടെയാണ് കാക്ക കാഷ്ടിച്ചത്. അത് മനസ്സിൽ നിന്ന് പോകാൻ വലിയ പ്രയാസമാണ്. ചകിരിയിട്ട് മറ്റേ കമ്പിയൊക്കെ ഇട്ട് തേച്ച് അവിടെ പാടൊക്കെ വരും, കത്തി കൊണ്ട് പോറിയൊക്കെ കളയും. എന്നാലും നമുക്കൊരു തൃപ്തിയാകുന്നില്ല, ഇവിടെയാണ് കാക്ക കാഷ്ടിച്ചത്. ഇതാണ് സംശയത്തിൻ്റെ പ്രശ്നം. ഈ സംശയം ജനിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇന്ത്യയും മുന്നണിയും ഈ തൊരപ്പന്മാർ, ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുക. അത് സുപ്രീം കോടതിക്ക് സഹിക്കാവുന്ന ഒരു കുറ്റമായിരുന്നില്ല. ആ ഭാഗം ജഡ്ജ്മെൻ്റ് എഴുതുന്നത് ദീപാങ്കർ ദത്തയാണ്. അദ്ദേഹം തുറന്നടിച്ച് അങ്ങ് എഴുതി, ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു അക്സെപ്റ്റ് the submission of senior counsel for the ECI, Election Commission of India, that reverting to the paper ballot system, പേപ്പർ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് ആസ് സജസ്റ്റഡ് റിവീൽസ് ദ റിയൽ ഇൻറ്റൻഷൻ ഓഫ് ദ പെറ്റീഷനിങ് അസോസിയേഷൻ ടു ഡിസ്ക്രെഡിറ്റ് ദ സിസ്റ്റം ഓഫ് വോട്ടിംഗ് ത്രൂ ദ EVM. ഡിസ്ക്രെഡിറ്റ് ചെയ്യുക EVMനെ ആൻഡ് ദെയർ ബൈ ഡീറെയിൽ ദ ഇലക്ടറൽ പ്രോസസ് ദാറ്റ് ഈസ് അണ്ടർ വേ by creating unnecessary doubts in the minds of the electorate. ഇത് രാജ്യത്തെ പരമോന്നത കോടതിയാണ് പറയുന്നത്. ഈ പെറ്റീഷൻ്റെ ഉദ്ദേശം EVMനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അതിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത തന്നെ ഇല്ലാതെയാക്കുക, ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുക. ഇതാണ് എന്ന് വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നു. പറയാൻ മടിയില്ല എന്ന് പറയുന്നു. ഐ ഹാവ് നോ ഹെസിറ്റേഷൻ, ഇതാണ് വാക്ക്. അപ്പോൾ എത്ര കണ്ട് കള്ളക്കളി ഇവർ നടത്തി നോക്കി എന്ന് നോക്കൂ. അതുകൂടാതെ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ, സുപ്രീം കോടതി ഒരു ഉദാഹരണം എടുക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ ഈസ് ദ 13th ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ. 13ാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് 1028 person per square kilometer. 1028 പേര് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന സ്ഥലമാണ് ബംഗാൾ. ഈവൻ എ സ്മോൾ സ്റ്റേറ്റ് ലൈക്ക് വെസ്റ്റ് ബംഗാൾ ഈസ് മോർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ദാൻ മോസ്റ്റ് യൂറോപ്യൻ നേഷൻസ്. ബംഗാൾ പോലെ ചെറിയൊരു സംസ്ഥാനം പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ജനസംഖ്യ ഉള്ളതാണ്. അപ്പോൾ ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. സ്വീഡനിൽ അങ്ങനെയാണ്, ലക്സംബർഗ് ഇങ്ങനെയാണ്, ജർമ്മനി ഇങ്ങനെയാണ്. ഇവരൊക്കെ നമ്മുടെ കണയന്നൂർ താലൂക്കിൻ്റെ വലിപ്പം മാത്രമുള്ള ചില്ലറ രാജ്യങ്ങളാണ്. നമ്മുടെ ഇലക്ഷൻ എത്ര വലുതാണെന്ന് സുപ്രീം കോടതി പറയുന്നു. ദ 2024 ജനറൽ ഇലക്ഷൻസ് വിച്ച് ആർ പ്രൊപ്പോസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ 7 phases ആൻഡ് പ്രസൻ്റ്ലി അണ്ടർ വേ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 7 ഘട്ടമായിട്ട് പോളിംഗ് നടക്കുന്നത്, വിൽ എൻറ്റെയിൽ ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് അറൗണ്ട് 1 lakh crore. 1 ലക്ഷം കോടി രൂപ ഇപ്പോൾ തന്നെ ചിലവുണ്ട്. ഇനി ഇത് നിർത്തിവെച്ചിട്ട് പേപ്പർ ബാലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പേപ്പറിൻ്റെയൊക്കെ കാശ് ആര് തരും?
എത്ര കോടി രൂപയാകും, എത്ര മരങ്ങൾ വെട്ടേണ്ടി വരും? അതൊക്കെ പോട്ടെ, മോർ ദാൻ 10 lakh പോളിംഗ് ബൂത്ത്സ്, 10 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ്. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്നു. അവിടെ പോകുമ്പോൾ 4-5 ഉദ്യോഗസ്ഥരിക്കുന്നു, നമ്മൾ ഞെക്കുന്നു, പീന്ന് ഒച്ചയേക്കുന്നു, നമ്മൾ പോകുന്നു, നമ്മുടെ ജോലി കഴിഞ്ഞു. 10 ലക്ഷം പോളിംഗ് ബൂത്താണ് ഇതുപോലെ വർക്ക് ചെയ്യുന്നത്. ഇത് നിസ്സാരപ്പെട്ട ഒരു എക്സർസൈസ് അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ചടങ്ങാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അത് അട്ടിമറിക്കാനുള്ള ശ്രമം സുപ്രീം കോടതി വൃഥാവിലാക്കി കളഞ്ഞു. സുപ്രീം കോടതി ഇതുവരെ ഈ ഇലക്ഷൻ പെറ്റീഷൻ എത്ര വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ അത് പറയാം. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഫസ്റ്റ് പെറ്റീഷൻ, അതാണ് ആദ്യമായിട്ട് കോടതി പറയുന്നത്. അതിലാണ് VVPAT വരുന്നത്. പിന്നെ ചന്ദ്രബാബു നായിഡു കൊടുത്തു അടുത്ത കേസ്, അത് 2019 പിന്നെ ന്യായഭൂമി ആൻഡ് അനദർ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അത് 2023 ടെക് ഫോർ ഓൾ എന്ന് പറഞ്ഞ് വേറൊരു പരാതി വന്നു. മധ്യപ്രദേശ് ജനവികാസ് പാർട്ടി വേറൊരു പരാതി വന്നു. ഇതൊക്കെ സുപ്രീം കോടതി വരെ വരികയാണ്. സുനിൽ അഹിയ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2017, കമൽനാഥ് കോൺഗ്രസ് നേതാവ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതെല്ലാം തന്നെ EVMനെ പറ്റിയും VVPATനെയും പറ്റിയാണ്. ഈ കേസുകളെല്ലാം പരിശോധിച്ച് ഓരോ തവണയും സുപ്രീം കോടതി ഇഴകീറി പരിശോധിച്ച് ഒക്കെ കഴിഞ്ഞ് ഇവനെ കെട്ടിയെടുത്തിരിക്കുന്നു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയല്ലാതെ വേറെ എന്താണ്? കോൺഗ്രസ്സാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ സംശയം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇത് ഭോഷ്കാണ്, ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ 7 പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ EVMൽ സംശയമുണ്ടെന്ന് പറഞ്ഞു. EVMൽ സംശയമുണ്ടെന്ന് ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തെരഞ്ഞെടുപ്പിലോ ജനാധിപത്യത്തിലോ വിശ്വാസമില്ലാത്തവരാണ്. അവരെ സൂക്ഷിക്കുക, പരദൂഷണക്കാരാണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക, പോലീസിൽ ഏൽപ്പിക്കുക. ഇതാണ് ഉത്തമ പൗരൻ്റെ കടമ. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.